വേറെ ഏത് ഹോട്ടലിൽ പോലും ഇവിടെ വന്ന് കഴിക്കുമ്പോൾ തൃപ്തിയാ. രാജേട്ടോ അപ്പൊ നമ്മൾ എത്രയായി? അതിനൊക്കെ കഴിച്ചേ 10 പൊറോട്ട 10 പൊറോട്ട 2 മുട്ടക്കറി 2 മുട്ടക്കറി 2 ചായ 2 ചായ 200 രൂപ. 200 രൂപ. അതിനാ കഴിച്ചേ 10 പൊറോട്ട 10 പൊറോട്ട 2 മുട്ടക്കറി 2 പൊറോട്ട 2 ചായ 2 ചായ 150 രൂപ. 150 രൂപ. 10 പൊറോട്ട 2 മുട്ടക്കറി 2 ചായ 100 രൂപ. 100 രൂപ. എന്തെങ്കിലും തന്നിട്ട് പോടാ. എടാ ഇന്ത്യയിൽ കാശൊന്നുമില്ല നിന്റെ അടുത്ത്. നീ പൈസ എടുത്തിട്ടുണ്ടോ? പൈസ എടുത്തിട്ടില്ല. ഗൂഗിൾ പേ അല്ലേ? എന്നാ ചെയ്ത് കൊടു. ശരിയതാ. ഇവിടെ വന്നേ പൈസ തന്നിട്ട് പോ. ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പൊ സെൻഡ് ചെയ്തേ. ഇതെല്ലാം എന്റെ കയ്യിലൊക്കെ പൈസ കിട്ടോ നിങ്ങള്? ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് മൊബൈൽ വഴി സെൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോ മൊബൈൽ വഴി സെൻഡ് ചെയ്യുന്നോ? പിന്നല്ലാണ്ട് എനിക്ക് പൈസ ആവശ്യമായിട്ട് വർത്താനം പറയല്ലേ. അക്കൗണ്ടിലേക്ക് പൈസ ഇപ്പൊ സെൻഡ് ചെയ്തല്ലേ? എന്താ രാഘവൻ ചേട്ടാ എന്റെ പ്രശ്നം എന്നാ? അല്ലെന്നേ ഇവന്മാര് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇന്നലെ പോലെ ഉണ്ടാകുന്ന സംഭവം. ഇന്നലെ പോലെ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കും, എന്റെ ഫോട്ടോ എടുത്തോണ്ട് പോകും. ഞാൻ അത്രയ്ക്ക് ക്യാമറ ഉണ്ടാവും. ഇവര് പൈസ തരികയല്ലോ. നമ്മള് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത പുള്ളിക്ക്. എവിടെ? ഗൂഗിൾ പേ. ഗൂഗിൾ പേ കൊടുത്തല്ലോ. ഗൂഗിൾ പേയോ? രാഘവൻ ചേട്ടാ, ഇത് രാഘവൻ ചേട്ടന്റെ ബാങ്കിൽ അക്കൗണ്ടിന്റെ പൈസ ഒന്നുമില്ല, അവര് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അനി എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഇല്ലല്ലോ. പിന്നെ ഈ ഗൂഗിൾ പേ ചെയ്തോ? ഇത് പിന്നെ ഏതോ കടയിൽ നിന്ന് കട്ടോണ്ട് വന്നല്ലേ. എന്റെ പൊന്നു മുതലാളി, എവര് പറയണ വിശ്വസിക്കരുത്. മുതലാളിയെ പറ്റിക്കാനാണ്. ഇപ്പൊ എല്ലാ കടയിലും ഈ ദൈവം ഇരിപ്പോണ്ട് അറിയാമോ? രാവിലെ കട തുറക്കുമ്പോൾ നമ്മൾ 2 സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, അന്ന് അമ്മയുടെ വെച്ചടി കേട്ടോടും. മുതലാളിക്ക് അറിയാമോ, ഇതില്ലാത്ത പലരും ഇതിന്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തോണ്ട് എത്ര പേര് പോകുന്നെന്ന് അറിയാമോ? നീ ഇത് എവിടുന്ന കൊണ്ടുവന്നേ? അപ്പുറത്ത് ഗീത ഹോട്ടലിൽ നിന്ന്. അപ്പൊ അയാളുടെ ബാങ്കിലെ അക്കൗണ്ടിലോട്ട് പൈസ കയറിക്കോളും, ഇവിടുത്തെ പൈസ പോവുകയും ചെയ്യും. എടാ പ്രാന്ത പാലക്കാരന്റെ മുഖം MS സുപ്രീയുടെ ശബ്ദമായിട്ട് വന്നിട്ട് എന്നെ പറ്റി. എടാ 2 ദിവസമായിട്ട് എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, അറിയാമോ? എനിക്ക് എന്റെ പൈസ തന്നിട്ട് പോയാൽ മതി. പൈസ വന്നല്ലേ? രാഘവൻ ചേട്ടാ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് പറഞ്ഞത്, ഒന്ന് വിവരം വേണം, അല്ല വിദ്യാഭ്യാസം വേണം. ഇത് രണ്ടും ഇല്ലാത്തതിന്റെ പ്രശ്നം. വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയരുത്. അതിന് 1980 SLC പരീക്ഷയ്ക്ക് ഫുൾ A+ മേടിച്ചവനാണ് ഞാൻ. എന്ത് തോണേടി രാഘവൻ ചേട്ടൻ പറയണത്? ഈ 1980 കാലഘട്ടത്തിൽ എവിടെയാണ് A+? A+ എന്ന് പറഞ്ഞ എഴുതിയിട്ട് എന്റെ മുകളിൽ എങ്ങനെ വട്ട റൗണ്ട് വരിക്കല്ലേ തിയേറ്ററിലൊക്കെ ഉണ്ടല്ലോ. അത് ശരി. പിന്നെ രാഘവൻ ചേട്ടോ, ഞാൻ ഒരു കാര്യം പറയാൻ വരുവാണ്. വന്ന് ഇവിടുത്തെ ഭക്ഷണം വളരെ മോശമായിട്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഇവിടെ കയറുന്ന കാരണം എന്താണെന്ന് വെച്ചാല്, കേരളത്തിൽ എല്ലാ ഹോട്ടലിലും സഹായിയായിട്ട് നിൽക്കുന്ന ബംഗാളിയാണ്. ഇവിടെ മാത്രമാണ് ഒരു മലയാളി നിൽക്കുന്നത്. ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ കാപ്പുടിക്കാൻ കയറുന്നത്. അത് സത്യമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളും പറഞ്ഞത്. അതെന്താന്ന് പറഞ്ഞിട്ടാ, എനിക്ക് വൃത്തിയും വെടുപ്പും വേണം. അതുകൊണ്ട് വൃത്തി നന്നായിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ മലയാളി നിർത്തിയാക്കണേ. ആട്ടെ 4 പൊറോട്ടയുടെ മാവ് എന്റെ മുഖത്തിരിക്കുന്നു. മെമ്പർ പറഞ്ഞ കോമഡി ചീറ്റിയിലോ, അതിനാ ആരാണ്ട് കൂവിയിലോ. അതാ മീൻകാരി പുഷ്പയാന്ന്. പുഷ്പലത ഒരു ചെരുവ ഈച്ചയായിട്ട് വന്നു തുടങ്ങി. രാഘവൻ ചേട്ടാ, ഒരുമാതിരി മെനകെട്ട വർത്താനം പറയരുത്. ഈ ചരുവം ചുവന്ന് നാട് നീളെ മീൻ വെച്ചിട്ടാ ഞാൻ എന്റെ 3-4 പിള്ളേരെ വളർത്തണം കേട്ടോ. അതേ മലയാളി, ഇവിടെ ഈ സ്ത്രീ അഹങ്കാരം എന്താണെന്ന് അറിയാമോ? ഈയിടെയായിട്ട് ഭയങ്കര കച്ചവടമാണ്. കണ്ടില്ലേ സ്വർണ്ണ മൂക്കൂത്തി, അതും വെള്ള കല്ല് പതിച്ചത്. എടാ സ്വർണ്ണ മൂക്കുത്തി അല്ലെന്ന്, പിന്നെ ചീഞ്ഞ ചാലയുടെ ചെതമ്പല ഊത്ത് കളയാതെ വന്നേക്കുവാ. ഞാൻ ഈ കടപ്പുറത്ത് പോയി മീനും ഒക്കെ എടുത്തോണ്ട് വരുമ്പോ എനിക്ക് കൊട്ടയം ചുമന്ന് വരുമ്പോ ഇച്ചിരി ചെതുമ്പലൊക്കെ പറ്റുമെന്നിരിക്കും. അതിനോടെ ഞാൻ എന്നെ കളിയാക്കാൻ വന്നിരിക്കും. നീ ഈ കടലെന്നും പറഞ്ഞ് 360 ഇങ്ങനെ കിടന്ന് കുറയ്ക്കുമല്ല. നീ ഇതുവരെ കടലിൽ പോയിട്ടുണ്ടാ? കടലിൽ പോയിട്ടുണ്ടോ? ഞാൻ എന്റെ 7ാം വയസ്സിൽ എന്റെ അപ്പന്റെ കയ്യും പിടിച്ച് വലിയതുറ പാലത്തിന്റെ മേളിൽ നിന്നപ്പോ അപ്പന്റെ കയ്യിൽ നിന്ന് കടലിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതുവരെ പോയിട്ടില്ല. പുഷ്പലതേ, ഓ കണവയുണ്ടോ? ഓ വെളുപ്പിനെ പോയി വള്ളം വല എടുത്തോണ്ട്. ആരെ? കണവൻ. ഓ കണവനുണ്ടോന്നല്ലോ ചോദിച്ചാ, കണവയുണ്ടോന്നാ ചോദിച്ചേ. ഓ കണവയൊക്കെ ഇപ്പൊ ആര് മേടിക്കുന്നു സാറേ? രാഘവൻ ചേട്ടോ, ആ പെണ്ണുമ്പിള്ള എന്താ ഈ മീന്റെ പുറത്ത് ഉറുമ്പോടി വിതറുന്നത്? ഉറുമ്പോടി അല്ല, മണലിടണ. നമ്മളെ ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോ കുഴിച്ചിടുമല്ലോ, ചീഞ്ഞ നാറ്റം വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ പുള്ളിക്കാരത്തി ചീഞ്ഞ മീന മണൽ വെച്ചങ്ങ് പൊതിഞ്ഞു വെച്ചാൽ മണം വരികയല്ലോ. പിന്നൊരു കാര്യം ഞാൻ പറയാനുണ്ട്, ഇതൊരു ഹോട്ടലാണ്, അന്തസ്സുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ നിന്നോട് ഈ ചീഞ്ഞ മീൻ വിറ്റാൽ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് പല പരാതി കിട്ടിയിട്ടുണ്ട്. രാഘവൻ ചേട്ടാ, ഇത് പുറമ്പോക്കിന്റെ പറമ്പ. ഇവിടെ ഞാൻ ആദ്യം കച്ചവടം തുടങ്ങി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഈ ചായക്കട എടുത്തോണ്ട് വേറെ വല്ല എടുത്തോട്ട് പോ. ഞാൻ ഇവിടുത്തെ കച്ചവടം മാറ്റുന്ന പ്രശ്നമില്ല. ഇവരോട് എന്ത് പറഞ്ഞാലും ഈ നീളാ നമുക്ക് ഇവിടെ വെച്ചാൽ നടക്കോ? പുറകിൽ എന്തോ സംഭവം ഉണ്ടല്ലോ. പറ്റത്തില്ല. ഇത് എന്നാ നാട്ടോടെ ഇത്? ഇവിടെ വെക്കാം.
അപ്പൊ നമുക്ക് ഈ ഫ്ലെക്സ് എടുത്ത് മാറ്റിയതിനു ശേഷം വേണം രാജന്റെ ഫ്ലെക്സ് നമുക്ക് ഇവിടെ വെക്കാനായിട്ട് പറഞ്ഞ മനസ്സിലായി സാറേ ഫ്ലെക്സ് എടുത്ത് എന്തിനാ മാറ്റുന്നത്? ആരെയാ മനസ്സിലായില്ല? അല്ല കൃഷി ഓഫീസർ ഞാൻ പഞ്ചായത്ത് മെമ്പർ. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ രാജൻ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് രാജനാണ് കിട്ടിയേക്കുന്നത്. ഏത് രാജനെ? നമ്മൾ തെക്കന്റെ രാജനെ. രാജനെ. ആ. തെക്കേലെ രാജനോ? ആ. ഏത് കൃഷിക്ക് അവന് കർഷകശ്രീ അവാർഡ് കിട്ടി? കാച്ചില്. ഉയ്യോ, കാച്ചിലിനോ? പിന്നെ? രാജന്റെ കാച്ചിൽ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവൻ സൈക്കിളിൽ എഴുന്നേറ്റ് നിന്ന് പോണ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. കാച്ചില് സൈക്കിളിൽ പുറകിരിക്കണം. ആ കാച്ചിലാണ് അവാർഡ് കിട്ടിയത്. ആണോ? പിന്നെ അവന്റെ ഫ്ലെക്സ് ഇവിടെ വെക്കണ്ടേ? ഈ കാക്ക തൂറിയ ഫ്ലെക്സ് വെച്ച് മാറ്റി. ഇത് മാറ്റാൻ പറ്റത്തില്ല. ഇത് 2 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഫ്ലെക്സ് ആണ്. എന്ന് വെച്ച് മാറ്റാൻ പറ്റത്തില്ല. രാജന് അവാർഡ് കിട്ടിയപ്പോ അവന്റെ ഫ്ലെക്സ് അല്ലേ നമ്മൾ ഇവിടെ വെക്കേണ്ടത്? അത് ശരിയാ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് കർഷകശ്രീ അവാർഡ് കിട്ടുമ്പോ അതെന്തായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫ്ലെക്സ് ഇവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മോനാളിനെ ശവത്തി ചവിട്ടി നിന്നല്ലാതെ ഒരുത്തടിക്ക് ഫ്ലെക്സ് തൊടൂല. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി ആദ്യം ചവിട്ടി കൊന്നിട്ട് ഫ്ലെക്സ് എടുത്ത് മാറ്റാം. പട്ടിപ്പുറം എന്നെ കൊല്ലാനുള്ള പരിപാടിയാണ്. രാഘവൻ ചേട്ടൻ വന്നേ, ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് കർഷകശ്രീ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ അഭിമാനമല്ലേ? അപ്പൊ ഈ ഫ്ലെക്സ് മാറ്റിയിട്ട് രാജന്റെ ഫ്ലെക്സ് ഇവിടെ വെക്കണം. അത് സമ്മതിക്കണം രാഘവൻ ചേട്ടൻ. ആണോ? അവനാണെങ്കിൽ ഒരു കാര്യം എന്റെ A+ എടുത്ത് മാറ്റിയത് അവന്റെ കാച്ചിൽ കയറ്റി വെക്ക്. ഫ്ലെക്സ് മാറ്റിയിട്ട് രാജന്റെ ഫ്ലെക്സ് എടുത്ത് വെക്ക്. എടുത്ത് പിന്നെ മറ്റേ ഫ്ലെക്സേ വണ്ടി കേട്ടോ കൊണ്ടുവയ്ക്കും പെട്ടെന്ന് കൊണ്ടുവയ്ക്കും. 2 കൊല്ലമായിരിക്കുന്നു. ഓ, ഒരു മോചനം കിട്ടിയല്ലോ അതിന്. എന്റെ ദൈവമേ, ഇതെന്നാ വാഴക്കൊലയാടാ ഇത്? പറഞ്ഞിരുന്നോണ്ട് കണ്ടില്ല. എടാ മോളി, വേഗം വാക്കത്തിരുത്തണോ. നമ്മുടെ കൊല വെട്ടിയെടുക്കണം. നമ്മുടെ വീടിന്റെ കടയുടെ ഫ്രണ്ടിൽ ഉണ്ടായ കൊല. അയ്യോ, പറമ്പാക്കിലുള്ള വാഴക്കൊല എങ്ങനെ നിങ്ങളുടെ കൊലയാകുന്നു? എന്റെ ദൈവമേ, എന്തോ ഒരു കൊലയോ ഇതെങ്ങനെ കഴിക്കലാക്കും. ഞാൻ എന്റെ മീൻ വെട്ടിയ വെള്ളം മുഴുവനും ഒഴിച്ച് വളർത്തി വലുതാക്കിയ വാഴയായത്. ഇതിന്റെ കൊല എനിക്ക് അവകാശപ്പെട്ടതാ. നീ നിന്റെ മീൻവെള്ളം ഒഴിച്ചുണ്ടാക്കിയതോ? പിന്നെ ഞാൻ 4 പഴംപോരി ഇവിടെ കൊണ്ട് നട്ടിട്ട് അതെന്ന് മുളച്ചു വന്ന വാഴയായത്. ആ വാഴയിലുണ്ടായ പഴം ഞാൻ വെട്ടിയിരിക്കും. ഇവൻ ഏത് കോപ്പിലെ കടക്കാരനോ ഇത്? ഇവിടെ പഴംപൊരി കുടിച്ചിട്ട് എങ്ങനെയാണ് വാഴ ഉണ്ടാവുന്നത്? വാഴ കളിക്കുന്നത് എങ്ങനെയാണോ? ഈ വാഴന്നാണോ പഴം ഉണ്ടാകുന്നത്? ഈ പഴത്താന്നാണോ ഈ പഴംപൊരി ഉണ്ടാക്കണത്? ആണോ? അങ്ങനെ ഉണ്ടായതാ ഇത്. എടാ ഞാൻ ഒരു കൃഷി ഓഫീസറാ. എനിക്കറിയാം ഈ വാഴ എങ്ങനെ കിളിച്ചു വരുന്നതെന്ന്. എടാ ഈ വാഴപ്പഴം തിന്നിട്ട് ഏതോ കാക്കയോ കുയിലോ കൊണ്ട് കാട്ടിച്ചിട്ടപ്പം അവിടുന്ന് കിളിച്ചു വന്നതാണ്. അതിന്റെ അരി വീണ് കിളിച്ചതാണ് ഈ വാഴ. അറിയാമോ? സാറിന് എന്തോ ജോലി എന്നാ പറഞ്ഞ? കൃഷി ഓഫീസിൽ. സാറിന് ഈ കൃഷിയെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ? അതുകൊണ്ടല്ലേ എന്നെ കൃഷി ഓഫീസറായിട്ട് ജോലിക്ക് വെച്ചേക്കുന്നത്. ഏത് പക്ഷിയാടാ ഈ വാർത്തകൾ എടുത്തോണ്ട് പോയി ഇവിടെ അപ്പിയിട്ടത്? അതിന്റെ ഊപ്പാട് വന്ന് നോക്കാണോ? ഞാനൊരു കാര്യം പറയാം, ആരും തർക്കിക്കേണ്ട. ഇത് പുറമ്പോക്ക് ഭൂമിയാ. പുറമ്പോക്ക് ഭൂമി നിൽക്കുന്ന ഒരു വാഴക്കലയ്ക്ക് അവകാശം പഞ്ചായത്താ. ഞാൻ ഇത് വെട്ടി പഞ്ചായത്തിൽ കൊണ്ടുപോകും. നാട്ടുകാർക്ക് അവകാശപ്പെട്ടു. ഞാനൊന്ന് പറയട്ടെ ഈ കടയിലെ വളിച്ച സാമ്പാറും പുളിച്ച ചമ്മന്തി എല്ലാം എന്റെ മോനാളി തന്നെ സമ്മതിച്ചു. പക്ഷെ അതെന്നും വൈകുന്നേരത്ത് ഇതിന്റെ മൂട്ടി കൊണ്ടുപോയിരിക്കുന്ന ഞാനാണ്. അപ്പൊ ഈ കൊല ഞാൻ വെട്ടി ഞാൻ വെട്ടും. നിന്റെ അച്ഛൻ വന്നടി. എന്റെ പൊന്നാര മോളെ, ഇന്നെ കാണാൻ അച്ഛൻ വന്നടി. എന്റെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് അച്ഛനൊന്ന് കാണാൻ പോലും വരാൻ പറ്റിയില്ല. അറിയോ? നോക്ക അച്ഛൻ കൊണ്ടുവന്ന് ഞാൻ നോക്കിയേ. 8 കൂട്ടം പലകാരം അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നേ. മോളെ, ഞാൻ എന്നും മദ്യം വെച്ച് നിന്റെ ചുവട്ടി ഒന്ന് വാള് വെച്ച് അത് വളവായി എങ്ങനെ തടിച്ചു വളർന്നു നിൽക്കോ എന്റെ മോള്. ഞാൻ എപ്പോ കുടിച്ചിട്ട് വന്നാലും എന്നെ താങ്ങി നിർത്തുന്ന എന്റെ മോള്. ഞാനേ കഴിഞ്ഞ ഓണത്തിനൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അച്ഛൻ ഒരു സാരി വാങ്ങിച്ചിട്ട് വന്ന് കൊച്ചേ നോക്കി വന്ന് സാരി ഉടുപ്പിച്ചേ. അയ്യോ, സാരി ഉടുപ്പിക്കുന്നു. പിള്ളേർക്ക് 4 നിക്കർ മേടിച്ചു കൊടുക്കാത്ത മനുഷ്യനാ വാഴയ്ക്ക് സാരി ഉടുപ്പിക്കാൻ വന്നിരിക്കുന്നു. ഈ അഭിഹിത വന്ന നിന്റെ പെണ്ണുമ്പിള്ളക്ക് അറിയാവോ? ഞാനിപ്പോ വന്ന് എന്താണെന്നറിയാവോ? എന്റെ മകളെയും പിള്ളേരെയും വീട്ടിലേക്ക് കൊണ്ടുപോവാൻ. വീട്ടിൽ കൊണ്ടുപോകാൻ പോവാ. സകലം കാര്യം പ്രതിപക്ഷമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പുറമ്പോക്ക് ഭൂമിയിൽ ഒരു വാഴ കൊലച്ചു കഴിഞ്ഞാൽ ആ കൊലയ്ക്ക് അവകാശം പഞ്ചായത്തിനല്ലേ? അല്ല, അത് കറക്റ്റ് കാര്യം. പുറമ്പോക്ക് ഭൂമിയിലുള്ളതാണ്, അത് പഞ്ചായത്തിന് അവകാശപ്പെട്ടതാണ്, യാതൊരു സംശയമില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് എനിക്ക് അത് ഊന്നി പറയാൻ പറ്റും. അതുകൂടെ എവിടെ വാഴ, എവിടെ കൊല, എവിടെ?
മെമ്പറേ, ഇങ്ങോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ചിഹ്നമല്ലായിരുന്നു മെമ്പറിന് അറിയാവോ? വാഴ. വാഴ. അന്ന് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഞങ്ങൾ കൊണ്ടുപോയി നട്ട വാഴയാണ്. ഇതിന്റെ കൊല വെട്ടാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. എന്റെ പാർട്ടിക്കാർ എന്നാ നിന്റെ ചിഹ്നം വാഴയല്ലായിരുന്നു, എന്റെ ചിഹ്നം വാഴ കൊലയായിരുന്നു. അതുകൊണ്ട് ഈ വാഴക്കൊല കെട്ടാനുള്ള അവകാശം എനിക്കാണ്. നടക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഒന്ന് നിർത്തിക്കേ. അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചായിരുന്നു. എന്റെ ചിഹ്നം എന്തായിരുന്നു? വാഴയില്ല. അപ്പൊ ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണ് ഈ വാഴ. ഒരു കാര്യം ചെയ്യ്, നടരാജൻ ഇലയെടുത്തോ, സഹദേവൻ വാഴ എടുത്തോ, വാഴക്കൊല ഞാൻ എടുത്തോളാം. എന്തോടാ പഞ്ചായത്ത് മെമ്പർ വാഴകേറ്റ മത്സരം സാറേ. ഇതിന്റെ മെയിനാളാരാ? സാറേ ഒട്ടാപ്പകല് ഞാനിരിക്കുന്ന സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും ആളുകൾ നോക്കി നിൽക്കേ. ഒരു പാവപ്പെട്ടവന്റെ മോളെ ബലാത്സംഗം ചെയ്യുക. മെമ്പറുണ്ട് സാറേ. മെമ്പറായി പോയി ഒരു സ്ഥലം ഞാൻ വിടൂല, എല്ലാവരും അടി എണ്ണിക്കും. സാറേ ഞങ്ങൾ ആരെ പീഡിപ്പിച്ചതാ സാറി പറയുന്നത്? മിണ്ടരുത്, മിണ്ടിപ്പോരുത്. എന്നെക്കാൻ ഞാൻ എന്നിട്ട് എവിടെയാ നിന്റെ മോളെ? എവിടെയാടാ? കണ്ടില്ല സാറേ, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്റെ മകള് കിടക്കളെ കണ്ട. അല്ല ഇത് വാഴ വാഴയല്ലടാ സാറിനാ ഇത് വാഴ. ഇരിക്കുന്ന എന്റെ മകളാ. ഉമ്മ ഉമ്മ മകളെ. ഇതായിരുന്നു നിന്റെ മോള്. നിന്നെ ഞാൻ അഴി എണ്ണിക്കോടാ. എനിക്ക് കേസില്ല സാർ, എനിക്ക് കേസില്ല. ഞാൻ പുറത്തൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്. എന്റെ മകളെയും എന്റെ പേരക്കുഞ്ഞുങ്ങളെയും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. പള്ളി പറഞ്ഞാ മതി. ഞാനാണല്ലോ ഇവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത്. ആ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഈ വാഴത്തട് ഇവിടെ വാഴയല്ലേ എന്റെ മകളാ അതിൽ കിടക്കുന്നത്. ഈ നാറിയുടെ മക്കളെ ഞാൻ 5 ദിവസത്തേന് പൊന്നു പോലെ നോക്കിക്കോളാം. ആ ഇത് കണ്ടോ? ഏ?